സൗദി അറേബ്യ വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ എവിടെ പോകണമെന്ന് അറിയില്ല. ഇങ്ങനെയുള്ളവർ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു അക്കാഡമിയെ കൺസൾട്ട് ചെയ്യുക. ഇതൊക്കെ ഞാൻ ചെയ്ത പ്രൊസീജിയേഴ്സ് ആണ് കേട്ടോ. പല രീതിയിൽ വരുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തിങ്ങനെ ഏറ്റവും നല്ലത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു അക്കാഡമി സെലക്ട് ചെയ്യുക. എന്നിട്ട് അവർക്ക് നമ്മുടെ സകല ഡീറ്റെയിൽസും അയച്ചു കൊടുക്കുക, നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ എല്ലാം അയച്ചു കൊടുക്കുക. അപ്പം അവരോട് നമ്മൾ പറയുക, ഇപ്പം സൗദി ആണെങ്കിൽ സൗദി, അല്ലെങ്കിൽ മറ്റ് കൺട്രീസിന് മറ്റ് കൺട്രീസ്. കാരണം നമ്മൾ കറക്റ്റായിട്ട് പറയും, കാരണം ഓരോ കൺട്രീസിനും ഓരോ എക്സാം, ഓരോ രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് അങ്ങനെയാണുള്ളത്. അപ്പോൾ സൗദിക്കാണെങ്കിൽ ഫസ്റ്റ് വരുന്ന പ്രൊസീജിയർ ഡാറ്റ ഫ്ലോ എന്ന് വെച്ചാൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ, അതിൽ നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പ്ലസ് നമ്മുടെ എക്സ്പീരിയൻസ്, ആ സാധനങ്ങളൊക്കെ വെരിഫൈ ചെയ്യുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. കാരണം അവർ നേരിട്ട് പോയി അവിടെ പോയി അന്വേഷിക്കുക ചെയ്യും. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം കൊടുത്ത് ഡാറ്റ ഫ്ലോ ഏകദേശം 21-28 ദിവസത്തിൽ കഴിയും. നോർമലി അങ്ങനെ ചിലപ്പോൾ ഒരു മാസത്തിന് മേലെ ആവുന്നവരുണ്ടാവും. അപ്പോൾ ഈ ഡാറ്റ ഫ്ലോ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഗ്രഡേഷൻ, എക്സാം എലിജിബിലിറ്റി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇതിലൊന്നും മെയിനായിട്ടുള്ള കാര്യം, നമ്മൾ ഇതൊന്നും അങ്ങനെ വലിയ ഇൻവോൾവ് ആവേണ്ട കാര്യമില്ല. അവർ ചോദിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഓരോ ഘട്ടമായിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക. അങ്ങനെ ഇതെല്ലാം കഴിയുമ്പോൾ ഉള്ള വരുന്ന പ്രൊസീജിയറാണ് മെയിൻ എക്സാം. എക്സാമിന് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഈ ഡാറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പം നമുക്ക് അതായത് എനിക്കിപ്പോൾ വർക്ക് ചെയ്യുന്ന സമയമാണ്, ഇവിടെ ഒറ്റയടിക്ക് 3 മാസം ചിലപ്പോൾ കഴിയുമോ, എനിക്കത് പഠിച്ചെടുക്കാൻ പറ്റുള്ള ഡൗട്ടുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എക്സാം 3 മാസത്തെ എക്സാം അല്ലെങ്കിൽ ഈ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ എക്സാമിൽ ചൂസ് നമ്മൾ ഓക്കെ ആണെങ്കിൽ, നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം എക്സാം ഡേറ്റ് തരാം. നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് നമ്മൾ എടുക്കുക. അതിനുശേഷം പോയി എക്സാം എഴുതുക. എക്സാം എഴുതി പെട്ടെന്ന് റിസൾട്ട് വരും. റിസൾട്ട് വന്ന് എക്സാം പാസ് ആയിട്ടുണ്ടെങ്കിൽ ഈ അക്കാഡമിക്കാർ തന്നെ നമുക്കൊരു സർട്ടിഫിക്കറ്റ്, അതായത് രജിസ്ട്രേഷൻ, നമ്മുടെ സൗദീൻ്റെ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് തരും നമുക്ക്. അത് അവരെടുത്തിരുന്നാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാറുണ്ട്. അത് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഈ എക്സാമിൻ്റെ ഈ ഒരു രജിസ്ട്രേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വന്നിട്ടായാലും അത് വേണം. അതിൻ്റെ 2 വർഷം അതിൻ്റെ ഒരു എക്സ്പയറി വരുന്നത്, 2 വർഷം കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്നായാലും നമുക്ക് പുതുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പണി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അക്കാഡമിക്കാരുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ വരുന്ന ഏജൻസിക്കാർ, സെക്കൻഡ് വൺ ഏജൻസി. ഈ ഏജൻസിക്കാർ വെച്ചാൽ മുക്കിലും മൂലയ്ക്കും ഇഷ്ടംപോലെ ഏജൻസി, നിങ്ങളൊന്ന് നോക്കിയാൽ മതി, എല്ലായിടത്തും ഉണ്ടാവും ഏജൻസിക്കാർ. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ ഈ CV നമ്മുടെ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം അവർ നമുക്ക് ഏതെങ്കിലും വേക്കൻസി വന്ന് നമ്മൾ അറിയിക്കും. നമുക്കത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം പഠിച്ചിട്ട് മെഡിക്കൽ എടുക്കാൻ പോകണം, VFS ഉണ്ടാകും. പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ചിലർക്ക് നോർക്ക അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, ചിലരുടെ സർട്ടിഫിക്കറ്റ് പ്രശ്നമില്ല. അത് നോർക്ക ഓഫീസ് ഉണ്ട്, ചെറിയ പരിപാടി ഉള്ളൂ. ആദ്യം അക്ഷയ പോയി ഒരു അപേക്ഷ കൊടുക്കുക, പിന്നെ ആ ഡേറ്റിന് പോയി നോർക്കയിൽ പോയി കൊടുക്കുക. അതൊക്കെ ഒരു അരമണിക്കൂർ പ്രൊസീജിയർ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ പ്രൊസീജിയറായിട്ട് തോന്നുമെങ്കിലും ഇതൊക്കെ ചെറിയ പ്രൊസീജിയറാണ്. ഇതിലാകെ ഞാൻ ടെൻഷൻ അടിച്ച കേസ് മെഡിക്കലിൽ മാത്രമാണ്. മെഡിക്കൽ നമുക്ക് ടെൻഷൻ ആവും, നമുക്ക് ഫിറ്റ് ആവും ടെൻഷൻ, അതല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഈ മെഡിക്കലും ഈ VFXും എല്ലാ സാധനങ്ങളും കഴിഞ്ഞാൽ വിത്തിൻ 1 മന്ത് നമ്മുടെ വിസ നമ്മുടെ കയ്യിലെത്തും. വിസ കയ്യിൽ, ടിക്കറ്റും എല്ലാം കയ്യിലെത്തി കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുക, പോരുക. ഇത്രയേ ഉള്ളൂ. ഈ ഞാൻ പറഞ്ഞാൽ അത്രയും പോലും ഇല്ല. നമുക്ക് ശരിക്കും ഈസിയാണ്. നമ്മളിങ്ങനെ ആവശ്യമില്ല ടെൻഷൻ്റെ കാര്യമൊന്നുമില്ല. ശരിക്കും പോകണോ വേണ്ടയോ വിഷയമാകുമോ ഒന്നും പഠിക്കേണ്ട കാര്യം, നമുക്ക് ബാക്ക് സപ്പോർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഏജൻസിക്കാരും അക്കാഡമിക്കാരും കറക്റ്റ് സമയത്ത് നമ്മൾ കറക്റ്റ് സമയത്ത് അന്വേഷിച്ച് പിടിച്ച് നല്ല സെലക്ട് ചെയ്ത് അവർക്ക് കൊടുക്കുക. അവരെല്ലാം വൃത്തിക്ക് ചെയ്യണം. നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ച് എക്സാം എഴുതിയാൽ മാത്രം മതി. നമുക്ക് കറക്റ്റ് സമയത്ത് കറക്റ്റ് ജോലി കയറാൻ പറ്റും. ഒന്നും പഠിക്കണം. ഇനിയും ഡൗട്ടില്ലെങ്കിൽ മെസ്സേജ് കേട്ടോ.